ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു സമയം കർത്താവ് നമ്മൾക്ക് ഏവർക്കും അനുഗ്രഹിച്ച് നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ ഷിനി സിസ്റ്ററിനോടുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിൻസി സിസ്റ്ററിനെ ഒക്കെ എല്ലാവരെയും, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ നാളുകളിൽ കർത്താവ് എന്നെ ഉപയോഗിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രാരംഭത്തിൽ പ്രിയ ദൈവദാസി ഓർമ്മിപ്പിച്ചതുപോലെ എല്ലാ നല്ല ബന്ധങ്ങളും എനിക്ക് ദൈവം തന്നെ നൽകി തരുന്നതാണ്. കാരണം അതിൻ്റെ ഒറ്റ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ. കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ദൈവം മാറ്റിവെക്കാൻ പറഞ്ഞ എല്ലാ ബന്ധങ്ങളും മാറ്റിവെച്ചതുകൊണ്ട് ഹല്ലേലൂയ, ആത്മീകമായിട്ടുള്ള ചുരുക്കം ചില ബന്ധങ്ങളെ കർത്താവ് എനിക്ക് കൊണ്ടു തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും നേരിട്ട് കാണാത്തവരെയും കണ്ടിട്ടുള്ളവരെയും ഒക്കെ കർത്താവ് ഓരോ ദിവസവും കണക്ട് ചെയ്യുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്വർഗസ്ഥനുമായ നല്ല ദൈവമേ, നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേ ബഹുമാനിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ, പഠിപ്പിച്ചാട്ടെ. കൂടി വന്നിരിക്കുന്ന ജനങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഈ മീറ്റിംഗ് നടത്തുന്ന ദൈവദാസിമാരെ ശക്തമായിട്ട് അങ്ങയുടെ കരങ്ങളിൽ ഉപയോഗിക്കണം കർത്താവെ. അങ്ങയുടെ നാവാക്കി അടിയനെ തീർക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മുഴുവനും മഹത്വം കർത്താവ് എടുക്കണം. വചനത്താൽ നിറയ്ക്കണം, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. പ്രാർത്ഥന കേൾക്കണം. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ പേര് ആശ എന്നാണ്. ചാരുമൂട് ദേശത്ത് ഞാൻ പാർക്കുന്നു. 2024 കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ നടക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഖത്തറിലേക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടു പോകുവാൻ വളരെയേറെ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഞാൻ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 3 days ഫാസ്റ്റിംഗ് പ്രഖ്യാപിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടു. ആ ഫാസ്റ്റിംഗ് ഞാൻ പ്രഖ്യാപിച്ചത് ജോലിയൊക്കെ സ്മൂത്തായിട്ട് നടന്നു പോകുവാനും വിദേശത്തെത്തുവാനും വേണ്ടിയിട്ട് മാത്രമായിരുന്നു. പക്ഷെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കേട്ടത് ഇപ്രകാരം മാത്രമായിരുന്നു: നിന്നെ ഞാൻ വിദേശത്തേക്ക് അയക്കാമെന്നും അനുഗ്രഹങ്ങളും നന്മകളും തരാമെന്നല്ലായിരുന്നു കേട്ട ശബ്ദം. കഴിഞ്ഞ നാളുകളിൽ ചെയ്തു പോയ ഓരോ തെറ്റുകളും ഓരോ അനുസരണക്കേടുകളും ദൈവഹിതമല്ലാത്ത ഓരോ പ്രവൃത്തികളും ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യം ഇപ്രകാരമാണ്: ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം, ദൈവവചനത്തിലേക്ക് തിരിയണം. പക്ഷെ എനിക്ക് വചനം എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ആകെ അറിയാവുന്ന 23-ാം സങ്കീർത്തനം മാത്രമാണ്. ഹല്ലേലൂയ. വചനത്തിലെ കഥകളോ ഒന്നും അറിയത്തില്ല. എന്നാൽ എൻ്റെ മമ്മി പ്രാർത്ഥിക്കും, ദിനംതോറും വചനങ്ങളൊക്കെ പറഞ്ഞു തരും, വചനം വായിക്കണമെന്ന് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ വസിക്കാൻ ഇടം കൊടുക്കാത്തത് കൊണ്ട് തന്നെ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം പുറമെ ആരോ ഫോഴ്സ് ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. മമ്മി പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വാക്ക് കേട്ട് ചുവട് വെച്ചു. വചനം ഇപ്രകാരം ദൈവം എനിക്ക് തന്നു: കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, വേലക്കാർ അനേകരുണ്ടല്ലോ. ഹല്ലേലൂയ. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി നിൽക്കാൻ 25 വയസ്സ് പ്രായമുള്ള ഞാനാണോ ഇറങ്ങേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കർത്താവിന്റെ മറുപടി ഇപ്രകാരം മാത്രമായിരുന്നു: വിശ്വസ്തയോടെ നിൽക്കുന്നവർ കുറവാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആകയാൽ നീ വിശ്വസ്തയോടെ നിന്നാൽ തക്ക സമയത്ത് നിന്റെ പണി പൂർത്തീകരിച്ച് നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നു. ഹല്ലേലൂയ. ഏൽപ്പിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനാണോ? ശുശ്രൂഷയിൽ വിശ്വസ്തത കാണിക്കുന്നുണ്ടോ? ജോലിയിൽ വിശ്വസ്തത കാണിക്കുന്നുണ്ടോ? ഏൽപ്പിച്ച ഭവനത്തിൽ, കുടുംബത്തിൽ, തലമുറകളിൽ വിശ്വസ്തത കാണിക്കുന്നുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ പ്രിയ ദൈവമക്കളെ ഒന്ന് പറഞ്ഞോട്ടെ, 2024 എൻ്റെ സ്നാനം, March 29. 4 months കഴിഞ്ഞപ്പോഴത്തേക്കും August 25 ദൈവം കോട്ടയത്തെ പട്ടണത്തിൽ
ചെറിയൊരു സഭയിൽ ഹാഫ് ആൻ അവർ സൺഡേയിൽ വചനം പങ്കുവെക്കുവാൻ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി. ഇവിടെ എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ, ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ഒരു മറിയെ പോലെ അടിയനിത എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ, സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ, എന്നെ നിങ്ങളെയും എടുത്തുപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്. എവിടുന്ന് കിട്ടി ഈ ജ്ഞാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മ ഓർമ്മിപ്പിച്ച ഒറ്റ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുക, വചനം ധ്യാനിക്കുക, പരിശുദ്ധാത്മാവിന്റെ ഫലം നിന്നിൽ നിന്ന് പുറപ്പെടണം. ഹല്ലേലൂയ. പണിയപ്പെടാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ തക്ക സമയത്ത് പണി പൂർത്തീകരിച്ചു പുറത്തെടുക്കും. പ്രിയ ദൈവമക്കളെ, ഇന്നും പണി കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചില ടെസ്റ്റുകൾ കർത്താവ് ഇടുമ്പോൾ തോറ്റു പോകാറുണ്ട്. ഓപ്പണായിട്ട് ഞാനങ്ങ് പറയാം, ഫെയിലായി പോകാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ക്ഷമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ദീർഘക്ഷമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം. ഹല്ലേലൂയ. ഒരു വ്യക്തി ഒരു തെറ്റ് കാണിക്കുമ്പോൾ അവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, മിണ്ടാതെ ഇരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് കാണുവാൻ കഴിയും. ചിലയിടങ്ങളിൽ നീ മറുപടി കൊടുക്കാൻ പോകണ്ട, ചിലയിടങ്ങളിൽ നീ പ്രതികരിക്കാൻ പോകണ്ട. ഹല്ലേലൂയ, സ്തോത്രം. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഒത്തിരി സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവ് എനിക്ക് ദൈവം ആഗ്രഹിച്ച നിലവാരത്തിൽ വചനം പങ്കുവെക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. എനിക്ക് പരിചയങ്ങളോ എക്സ്പീരിയൻസുകളോ ഒന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവദാസി കഴിഞ്ഞ ദിവസം എന്നെ കണക്ട് ചെയ്തതുപോലെ ഓരോ വ്യക്തികളെ എനിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2024 പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് വേണ്ടി ഞാൻ അനേക വ്യക്തിത്വങ്ങളെ എഴുന്നേൽപ്പിക്കും. സഹോദരൻ ഇല്ലായിരിക്കാം, സഹോദരി ഇല്ലായിരിക്കാം, റിലേറ്റീവ്സ് ഇല്ലായിരിക്കാം. നീ എനിക്ക് വേണ്ടി എന്തൊക്കെ മാറ്റിവെച്ചോ, എന്തൊക്കെ ബന്ധങ്ങളിൽ നിന്ന് വേർവിട്ട് പ്രാർത്ഥിക്കാൻ നീ ഇരുന്നോ, ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞെ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആര് നിന്നെ സ്നേഹിക്കാനില്ലെങ്കിലും, ആരൊക്കെ നിന്നെ, ഹല്ലേലൂയ, ഒരു ദാവീദിനെ തൊഴിച്ച് കാട്ടിലേക്ക് എറിഞ്ഞതുപോലെ പലരെയും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒറ്റ ദൂത് മാത്രമേ പരിശുദ്ധാത്മാവിന് പറയാനുള്ളൂ. ചേർത്ത് നിർത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ സ്നേഹിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ദൈവം നമ്മുടെ ഹൃദയത്തിലാക്കി തന്ന വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. സകല സത്യത്തിലും നീതിയിലും ന്യായവിധിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ച്, ഹല്ലേലൂയ, ദൈവത്തിന്റെ നിത്യഭവനത്തിലേക്ക് എത്തിക്കാൻ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയേറ്റിരിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. ഈ ആത്മീക ജീവിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലേ, ഇത് സിമ്പിൾ അല്ല. കടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പരീക്ഷകളാണ്. ഹല്ലേലൂയ. എന്നും പ്രശ്നങ്ങളാണ്. പക്ഷെ ഈ പ്രശ്നത്തിന്റെയും പ്രതികൂലത്തിന്റെയും നടുവിൽ സമാധാനം നൽകിത്തരാൻ ഒരു കർത്താവുണ്ട്. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ ആത്മീകത്തിൽ നിന്ന് തന്നെ കുത്തുവാൻ വേണ്ടിയിട്ട് അനേക പെനീനമാർ എഴുന്നേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. അനേക വ്യക്തിത്വങ്ങൾ എഴുന്നേറ്റു. അനേക വ്യക്തിത്വങ്ങൾ എന്നോട് പറഞ്ഞൊരു വാക്ക് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്: വീണു പോകത്തതേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് തന്നെയാണോ വിളിച്ചത്? ദൈവശബ്ദം തന്നെയാണോ നീ കേട്ടത്? ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ നീ കേട്ടത് ശത്രുവിന്റെ ശബ്ദമായിരിക്കും. അങ്ങനെ പല മേഖലകളിൽ നിന്നും പല രീതിയിൽ നിന്നും കുത്തുവാക്കുകൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ കടന്നു വന്നിരുന്ന് കരയാനല്ലാതെ മറ്റൊന്നിനും എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആകെ ഒറ്റ കാര്യം മാത്രം അറിയാം: ദൈവമാണ് വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കണം. ഓരോ കാര്യം ദൈവത്തോട് തുറന്നു പറഞ്ഞ് ദൈവത്തെ ചതിക്കാതെ, ഹല്ലേലൂയ, ദൈവത്തെ മുൻനിർത്തി ജീവിച്ചു പോകണമെന്ന് ഹൃദയത്തിൽ പഠിച്ചതുകൊണ്ടായിരിക്കാം ഇന്നും വീഴാതെ നിലനിൽക്കാൻ കർത്താവ് എന്നെ സഹായിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഈ മെസ്സേജ് എൻ്റെ 82ാമത്തെ മെസ്സേജാണ്. ഇവിടെ എല്ലാം കർത്താവ് അതിശക്തമായിട്ട് ഉപയോഗിക്കുന്നു, നിർത്തുന്നു. ഹല്ലേലൂയ. അവസാനമായിട്ട് ഒരു ദൂത് നിങ്ങളോട് കൈമാറുകയാണ്. പണി പൂർത്തീകരിക്കുമ്പോൾ മറ്റുള്ളവർ കാണത്തക്ക നിലവാരത്തിൽ നമ്മളെ പുറത്തെടുക്കുന്ന ദൈവമാണ് നമ്മോടൊപ്പമുള്ളത്. പക്ഷേ പ്രിയ ദൈവമക്കളെ, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചത് ആത്മീക വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സഹിഷ്ണുതയാണ്. ഹല്ലേലൂയ.
അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ദിവസങ്ങളിൽ സഹിഷ്ണുതയോടെ ആയിരിക്കാം. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. യെശയ്യാവിന്റെ പുസ്തകം 44 അധ്യായം 12 വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 44 അധ്യായം 12 വാക്യം. എല്ലാവരും എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: കൊല്ലൻ ഉളിയെ മൂർച്ചയാക്കി തീക്കനലിൽ വേല ചെയ്ത് ചുറ്റിക കൊണ്ട് അടിച്ച് രൂപമാക്കി ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു. ഹല്ലേലൂയ! എത്ര പേർക്ക് ഈ വചനത്തെ ഓർത്ത് സന്തോഷമുണ്ട്? ഹല്ലേലൂയ! ഇപ്പൊ ഇവിടെ കൊല്ലൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉളിയെ മൂർച്ചയാക്കുകയാണ്. ഇവിടെ ഞാൻ കൊല്ലൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെയാണ്. ഉളി അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരുമാണ്. ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ആശ എന്ന വ്യക്തി ദൈവത്തിൻ്റെ കരത്തിലിരിക്കുന്ന ഒരായുധമാണെങ്കിൽ ആശ എന്ന ആയുധത്തിന് മൂർച്ച കൂടിയിട്ടുണ്ടോ, അതോ ഓരോ ദിവസവും കഴിയുന്തോറും മൂർച്ച കുറഞ്ഞു കുറഞ്ഞു പോവുകയാണോ? ഹല്ലേലൂയ! എങ്ങനെയാണ് ഈ ഉളിയെ മൂർച്ചയാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പ്രോസസ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പ്രോസസ്സാണ് തീക്കനലിൽ വേല ചെയ്തെടുക്കും. ഹല്ലേലൂയ! രണ്ടാമതായിട്ട് ചുറ്റിക കൊണ്ട് അടിക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൂപമുള്ളതാക്കിയെടുക്കാൻ. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇത് കയറണം. എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ നിങ്ങളെ മൂർച്ചയുള്ള വ്യക്തിത്വങ്ങളാക്കി തീർക്കുന്നതെന്ന്? ഹല്ലേലൂയ! ഈ ഉളി എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ സ്റ്റേജ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കമ്പി രൂപമാണ് അതിന്റെ. ഇംഗ്ലീഷിൽ ബോൾട്ട് എന്ന് പറയും, കമ്പി. മനുഷ്യൻ ഈ കമ്പിയെ നോക്കുമ്പോൾ ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഹല്ലേലൂയ! അതുകൊണ്ടാണ് 1 ശമൂവേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദിന്റെ ജ്യേഷ്ഠന്മാരൊക്കെ നല്ല കഴിവും സാമർഥ്യവും നല്ല പൊക്കവും നല്ല ഹൈറ്റും നല്ല 6 പാക്കും ഒക്കെ ഉള്ളവരാ, അല്ലെ? സോൾജിയേഴ്സ് ആണ്. പക്ഷേ ദാവീദിനെ നോക്കുമ്പം ഒരിടയ ചെറുക്കൻ. ഉപയോഗമില്ലെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ തൻ്റെ അപ്പനും അമ്മയും തന്നെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഹല്ലേലൂയ! ചെറിയ ആട്ടുംകുട്ടങ്ങളെ മേയിക്കാൻ കാട്ടിലേക്ക് സ്വന്തം അപ്പനും അമ്മയും പറഞ്ഞയക്കുമ്പോൾ, ഹല്ലേലൂയ, തനിക്കൊരു പക്ഷെ വിഷമമുണ്ടായിരിക്കാം. പക്ഷെ ഈ കാട്ടിലേക്ക് അയക്കുമ്പോൾ ഇവിടെ കിടന്ന് പണിയപ്പെടുന്ന ഒരു ദാവീദിനെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഉപയോഗമില്ലാത്ത മേഖലകളിലേക്ക് ചില വ്യക്തിത്വങ്ങൾ എന്നെയും നിങ്ങളെയും പറിച്ചെറിയുമ്പോൾ, ഹല്ലേലൂയ, അവരിൽ നിന്ന് അകറ്റിയെറിയുമ്പോൾ, ആട്ടിപ്പായിക്കുമ്പോൾ കർത്താവ് നമ്മെ നോക്കി പറയുകയാണ്, എടാ കുഞ്ഞെ, ആ സാഹചര്യത്തിൽ നീ കടന്നു പോ, അവിടിട്ട് നിന്നെ എനിക്ക് പണിയാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ മനുഷ്യൻ നോക്കിയപ്പോൾ, തൻ്റെ അപ്പനും അമ്മയും നോക്കിയപ്പോൾ ഒരു ഇടയ ചിറക്കനെയാ കണ്ടത്. തൻ്റെ അച്ചാച്ചന്മാർ നോക്കിയപ്പോൾ കേവലം ഒരു ആടിനെ മേയ്ക്കുന്ന ഒരു ബാലനായിട്ടാണ് കണ്ടത്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ മനസ്സിൽ ദൈവം കുറിച്ചിട്ടു, ഇസ്രായേലിന്റെ രാജാവിനെ കണ്ടു. ഹല്ലേലൂയ! കഴിഞ്ഞ 24 വർഷം ആർക്കും ഉപയോഗമില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ എനിക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, ഓരോ ദിവസവും കർത്താവ് എന്നെ ഉപയോഗമുള്ള വ്യക്തിയാക്കി തീർക്കുന്നു. ഹല്ലേലൂയ! പ്രിയ ദൈവമക്കളെ, ഇത് എന്റെയോ നിങ്ങളുടെയോ കഴിവോ മിടുക്കോ അല്ല. കൊല്ലൻ നമ്മളെ കരങ്ങളിൽ എടുത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ പ്രോസസ്സിൽ കൂടി കടന്നു പോയാൽ മാത്രമേ പണി പൂർത്തീകരിച്ച് പുറത്തിറക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 2024 പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂതായിരുന്നു, നീ വിശ്വസ്തയോടെ നിൽക്കാമെങ്കിൽ പണി പൂർത്തീകരിച്ച് നിന്നെ പുറത്തെടുക്കുമെന്നുള്ളത്. പുറത്തെടുക്കുന്നത് ആർക്കു വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഉപയോഗമുള്ള ഒരു പാത്രമാക്കി തീർക്കാനാണ്.
ഹല്ലേലൂയ. മനുഷ്യർക്ക് ഉപയോഗമുള്ള ഒരു വ്യക്തിത്വമാക്കി തീർക്കാനാണ്. ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളൊക്കെ വചനം പറയുന്ന വ്യക്തിത്വങ്ങളാണ്. ഹല്ലേലൂയ. നിങ്ങൾ യൂട്യൂബിൽ ഒരു വചനം ഇടുമ്പോൾ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തന്ന വചനം നിങ്ങൾ യൂട്യൂബിൽ ഇടുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, അത് അനേകരെ പണിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങളെ കരങ്ങളിൽ എടുത്തിരിക്കുന്നത് ദൈവമാണെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് പഴയ അവസ്ഥയിൽ നിന്ന് ഒരു ഉളിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ അവസ്ഥയിലിരുന്നാൽ, പഴയ ക്യാരക്ടറിലിരുന്നാൽ, പഴയ സ്വഭാവത്തിൽ നീ ജീവിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തിന് ഉപയോഗമുള്ള ഒരു ഉളിയായി പുറത്തു വരുത്തില്ല, മനുഷ്യർക്ക് ഉപയോഗമുള്ള ഒരു പാത്രമായി പുറത്തു വരുത്തില്ല. അതുകൊണ്ട് കമ്പിയെ കർത്താവ് കരങ്ങളിൽ എടുക്കുകയാണ്, മൂർച്ചയുള്ള ഒരു ആയുധമാക്കി മാറ്റാൻ, മൂർച്ചയുള്ള ഒരു ഉളിയാക്കി തീർക്കാൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ പ്രോസസ്സ് തീക്കനലിൽ വേല ചെയ്തെടുക്കും. ശൗൽ എന്ന പൗലോസിനെ നമുക്ക് നന്നായിട്ടറിയാം അല്ലേ? ദൈവജനത്തിന് വളരെ ഉപദ്രവം ചെയ്തു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശൗൽ എന്ന പൗലോസ്. എന്നാൽ ദമസ്കോസിന്റെ പട്ടണവാതിൽക്കൽ വെച്ച് അദ്ദേഹത്തിന് ദൈവവുമായിട്ടൊരു ഇന്ററാക്ഷൻ നടക്കുകയാണ്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാണ് പുറമേ ഉള്ള കാഴ്ച ദൈവം നഷ്ടപ്പെടുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നും കൂടി പറഞ്ഞാൽ, ആദ്യത്തെ പ്രോസസ്സായ തീ കനലിൽ കൂടി ശൗൽ എന്ന പൗലോസിനെ കടത്തിവിട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവന്റെ ആത്മീക കണ്ണു തുറക്കണം. ഹല്ലേലൂയ. എന്നാൽ എങ്ങനെ ദൈവദാസി മനസ്സിലായി ശൗലിന്റെ ആത്മീക കണ്ണ് തുറന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനന്യാസ് എന്ന ദൈവ പുരുഷൻ തന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് അനന്യാസ് വരുന്നതിന് മുമ്പായിട്ട് പൗലോസ് തന്റെ പ്രാർത്ഥനാ മുറിയിൽ കാണുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രിയ ദൈവമക്കളെ? ചില തീക്കനലിൽ കൂടി കടത്തിവിടുന്നത് നിന്നിലുള്ള ആത്മീക മനുഷ്യനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, തീയിൽ കൂടിയല്ല ദൈവം കടത്തിവിട്ടത് ഉളിയെ, തീക്കനലിൽ കൂടിയാണ് കടത്തിവിട്ടത്. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് തീയിൽ കൂടി കടത്തിവിടാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉളി കരിഞ്ഞു പോകും. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, സഹിപ്പാൻ കഴിയുന്ന പരീക്ഷകൾ മാത്രമേ ദൈവം ജീവിതത്തിൽ അനുവദിക്കത്തുള്ളൂ. അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ ദേവദാസിമാരെ? സഹിക്കാൻ കഴിയുന്ന പരീക്ഷകളിൽ കൂടിയേ കർത്താവ് കടത്തിവിടത്തുള്ളൂ. പണ്ട് ഞാനൊരു ദൈവദാസനോട് പറഞ്ഞു, ദൈവം എന്നെ ആദ്യമേ കൊണ്ട് തീയിലോട്ട് കൊണ്ടിട്ടല്ലോ, പ്രതിസന്ധിയിലോട്ട് കൊണ്ടിട്ടല്ലോ, വേദനയിൽ കൂടി കടത്തി വിടുന്നുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. എന്നോട് ഇപ്രകാരമാണ് ആ ദൈവദാസൻ പറഞ്ഞത്, കുഞ്ഞെ, നിനക്ക് സഹിക്കാൻ കഴിയുന്ന പരീക്ഷയെ ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ കടന്നു പോകുന്ന വേദനയിൽ കൂടി ആയിരിക്കത്തില്ല ഷിനു സിസ്റ്റർ കടന്നു പോകുന്നത്. ഷിനു സിസ്റ്റർ കടന്നു പോകുന്ന വേദനയിൽ കൂടി ആകത്തില്ല ബിൻസി സിസ്റ്റർ കടന്നു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടിയാണ്, വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടിയാണ്. പക്ഷെ ഇവിടെ ഓർക്കുക, കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ശൗൽ എന്ന പൗലോസിനെ നോക്കിയിട്ട് അനന്യാസ് വിധിക്കുകയാണ്, കർത്താവേ, ഈ മനുഷ്യൻ നിന്റെ ജനത്തിനെതിരെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. പക്ഷെ കർത്താവിന് മാനുഷികമായിട്ടുള്ള ഒരു വ്യാഖ്യാനങ്ങളും കേൾക്കണ്ട. കർത്താവ് പറഞ്ഞു, നീ പോക, ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. ഇനി എന്തെല്ലാം കഷ്ടം എനിക്ക് വേണ്ടി അവിടെ സഹിക്കാനിരിക്കുകയാണ്. രാജാക്കന്മാരുടെ മുമ്പിലും നേതാക്കന്മാരുടെ മുമ്പിലും വലിയ വലിയ ഉന്നതന്മാരുടെ മുൻപിലും ഹല്ലേലൂയ, എനിക്ക് വേണ്ടി നിൽക്കാൻ ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണ്. അങ്ങനെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിനു വേണ്ടി നിൽക്കാനാണ്. ഹല്ലേലൂയ സ്തോത്രം. ആകെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിലുള്ള ആത്മീക മനുഷ്യൻ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്.
പക്ഷെ പലരും പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇത് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാ ചിന്തിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ദൈവസന്നിധിയിലിരുന്ന് ദൈവ ശബ്ദം കേൾക്കാൻ ആരും ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. അല്ലേ? ശൗലെന്ന പൗലോസ് ചോദിച്ചു, കർത്താവെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അന്നേരം ദൈവം പറഞ്ഞോ? ശൗലെന്ന പൗലോസിനോട് പറഞ്ഞോ? ഇല്ല, നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം നിന്നോട് അവിടെ പറയും. അങ്ങനെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത്, ഹല്ലേലൂയ, നിങ്ങൾ കാത്തിരുന്ന സമയത്ത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് മറുപടി വന്നില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല, പരിതപിക്കേണ്ട ആവശ്യമില്ല, നിലവിളിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് തന്റെ സമയത്ത് നിങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കും. ഇവിടെ ശൗലെന്ന പൗലോസിനോട് സംസാരിച്ചു. അവന് കാഴ്ച തിരിച്ചു കൊടുത്തു. 3 ദിവസം കണ്ണ് കാണാതെയും ഒന്നും തിന്നാതെയും കുടിക്കാതെയും ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ചോർന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥന എന്ന വെൺമാടത്തിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം എന്നെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ പ്രിയ ദൈവമക്കളെ, 2024 ഞാനും ഇതുപോലെ ജോലിയൊക്കെ പോകാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന വ്യക്തിത്വമായിരുന്നു. എന്നാൽ എൻ്റെ ആഗ്രഹപ്രകാരം ഒന്നും നടക്കാഞ്ഞതുകൊണ്ട് നിരാശയുടെ അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഒന്നും കൂടി പറഞ്ഞാൽ ഡിപ്രഷന്റെ അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഈ ഇരുട്ടുമുറിയിലിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നിലവിളിച്ചിട്ടുണ്ട്, കർത്താവെ അങ്ങനെ കൈവിട്ടോ, അങ്ങ് കാണുന്നില്ലേ കർത്താവെ, എൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് മുമ്പായി ഓടിക്കേറി, എന്നാൽ ഞാൻ ഇന്ന് തോൽവിയുടെ അവസ്ഥയിൽ ഈ ഒറ്റ മുറിയിൽ, ഈ ഇരുട്ടുമുറിയിലായിരിക്കുമ്പോൾ കർത്താവെ എന്നെ സ്നേഹിക്കാനും എന്നെ ആശ്വസിക്കാനും എന്നെ ചേർത്ത് നിർത്താനും ഒരു വ്യക്തികളും ഇല്ലായിരുന്നു. ഹല്ലേലൂയ, പോട്ടുകുഞ്ഞെ സാരമില്ലെന്ന് പറയാൻ ഒരു വാക്കുപോലും ഞാൻ കേട്ടില്ല. പക്ഷെ പ്രിയ ദൈവമക്കളെ ഒന്ന് പറഞ്ഞോട്ടെ, ഈ ഇരുട്ടുമുറിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ആ നിരാശ കർത്താവ് എടുത്തു മാറ്റി. ദൈവത്തിന്റെ വചനത്തിലേക്ക് റൂട്ട് തിരിച്ചു വിട്ടു. പൗലോസിന് ഹല്ലേലൂയ നമ്മളോടൊരു ദൂത് പറയാനുണ്ട്. ദൈവജനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഓടിയ വ്യക്തിയാണ് ഞാൻ. പക്ഷേ കർത്താവിന്റെ വെളിച്ചം എന്നിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ എന്റെ പുറമേ ഉള്ള കാഴ്ചകൾ നഷ്ടപ്പെട്ട് കാണാം, കൂടെയുള്ളവരെന്നെ കരം പിടിച്ച് നടത്തി കാണാം, ഒരുപക്ഷെ അവർ ഹൃദയത്തിൽ പരിഹസിച്ച് കാണാം, കൂടെ നിന്നവർ കളിയാക്കി കാണാം, കരം പിടിച്ചെങ്കിലും ഹൃദയത്തിൽ എന്നെ ദുഷിച്ചു കാണുമായിരിക്കാം. നീ അങ്ങനെ പോയതുകൊണ്ടല്ലേ നിനക്കിങ്ങനെ സംഭവിച്ചതെന്ന് കളിയാക്കുമ്പോഴും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്റെ പുറത്തുള്ള കാഴ്ച നഷ്ടപ്പെട്ടാലും 3 ദിവസത്തിനുള്ളിൽ കർത്താവിന്റെ ആത്മ മനുഷ്യനെ തുറന്നു കഴിയുമ്പോൾ അനേക ഇടങ്ങളിൽ കർത്താവിനെ ശക്തമായിട്ട് ഉപയോഗിക്കും. അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസിന്റെ കൈയാൽ അസാധാരണമായ വീര്യപ്രവർത്തികൾ നടന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അസാധാരണമായ വീര്യപ്രവർത്തികളാണ് ദൈവം അദ്ദേഹത്തിൽ കൂടി ചെയ്തെടുത്തത്. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തത്, ആ കാലത്തുണ്ടായ പുരുഷാരത്തിന് ചെയ്തെടുക്കാൻ കഴിയാത്തത്. കർത്താവ് ആ നാളുകളിൽ അനേകർക്ക് രോഗസൗഖ്യം കൊടുത്തു, വിടുതലുകൾ കൊടുത്തു. എന്നാൽ അവർക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റാത്തൊരു കാര്യം ശൗലെന്ന പൗലോസ് ചെയ്തെടുക്കുകയാണ്. ഹല്ലേലൂയ. പൗലോസ് വചനത്തിൽ എഴുതി വെച്ചൊരു കാര്യമുണ്ട്, എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ച് തരികയും ചെയ്യുന്നത് എന്തെന്നാൽ. അപ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പുറമേ ഉള്ള ഭൗതിക കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ കർത്താവിൽ നിന്ന് ചിലത് നേരിട്ട് പ്രാപിച്ചെടുക്കാൻ ശ്രമിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു എന്നെയും നിങ്ങളെയും ഇന്നും നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്.
നമുക്കറിയാം ഇന്ന് നാം ജീവിക്കുന്നത് വല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. അന്ത്യ കാലയളവിലേക്ക് നാം ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഏതൊരു സമയത്തിലേക്ക്, മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അത് എത്താം, ഒന്നും നമുക്കറിയത്തില്ല. കർത്താവിന്റെ വരവ് എന്തുവാണോ, എപ്പോഴാണോ, എങ്ങനാണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, കള്ളനെ പോലെ വരുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണരാൻ കഴിയുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? തലമുറകളെ ഓർത്ത്, ദേശങ്ങളെ ഓർത്ത്, രാജ്യങ്ങളെ ഓർത്ത്, പട്ടണങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുകയാണ്, നിങ്ങളോട് സംസാരിക്കുകയാണ്. രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ ചില ദേശങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നശിച്ചു പോകുന്ന തലമുറ എഴുന്നേൽപ്പിക്കാൻ, ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കാൻ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. കയ്യിൽ എന്ത് താലന്താണോ ദൈവം ഏൽപ്പിച്ചത്, ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുക. ഇല്ലെങ്കിൽ ഒരു ദിവസം, ഞാനും ഭയത്തോടാണ് പറയുന്നത്, കണക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്, യജമാനൻ വരുന്നൊരു ദിവസമുണ്ട്. അന്നേരം ചോദിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ആശേ നീ ജോലിക്ക് കടന്നുപോയോ? എത്ര രൂപ സമ്പാദിച്ചു? ഇതൊന്നുമല്ല കർത്താവ് ചോദിക്കുന്നത്. എനിക്ക് വേണ്ടി നീ എത്ര ആത്മാക്കളെ നേടി? ഞാൻ അയച്ചിടത്തൊക്കെ നിനക്ക് വിശ്വസ്തയോടെ നിൽക്കാൻ കഴിഞ്ഞോ? വിശ്വസ്തയോടെ പോകുവാൻ കഴിഞ്ഞോ? ഹല്ലേലൂയ, വചനത്തിൽ മായം ചേർക്കാതെ അനേകരോട് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ദൈവം നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ പ്രിയ ദൈവമക്കളെ, തിരിച്ചു വരാം. ഈ ദിവസങ്ങളിൽ തീക്കനലിൽ കൂടി കർത്താവ് കടത്തിവിടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ പുറത്ത് നമ്മളെ തന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ തിരിഞ്ഞു നോക്കുമ്പം, ഇന്നെൻ്റെ ജീവിതം നോക്കുമ്പം എനിക്ക് തന്നെ അത്ഭുതമാണ്. കാരണം ലോകത്തോട് ഒരുപാട് ഇഴുകിച്ചേർന്നൊരു വ്യക്തിത്വമാണ് ആയിരുന്നു ഞാൻ. ഹല്ലേലൂയ. പഴയ പിക്ചറും പഴയ കാര്യങ്ങളും ഒക്കെ പലരോടും പറയുമ്പോൾ, പലരെയും കാണിക്കുമ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ ആശ തന്നെ ആണോ ആ ആശ? ഹല്ലേലൂയ, സ്തോത്രം. കാരണം കർത്താവ് അത്രത്തോളം മാറ്റിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മളെ മാറ്റിയെടുക്കട്ടെ കർത്താവ്. രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ചുറ്റിക കൊണ്ട് അടിച്ച് രൂപമാക്കിയെടുക്കുന്നു. ഈ ചുറ്റിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഇരമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ? ഹല്ലേലൂയ. പാറയെ തകർക്കുന്ന ചുറ്റിക. അപ്പൊ ദൈവത്തിന്റെ വചനമാണ് ചുറ്റിക. അപ്പൊ പാറ എന്തുവാ? പാറ നമ്മുടെ ഹൃദയമാണ്. ഹല്ലേലൂയ. ഇന്ന് അനേകരുടെയും ഹൃദയം മാനസാന്തരമില്ലാത്ത ഒരു പാറ പോലെ, അനങ്ങാപ്പാറ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ കട്ടിയുള്ളതാക്കി വെച്ചിരിക്കുകയാണ് ശത്രു. ഹല്ലേലൂയ. എന്നാൽ ഈ വചനം, ദൈവത്തിന്റെ വചനം ആകുന്ന ചുറ്റിക പാറമേലടിക്കുമ്പോൾ ഇത് പൊട്ടും. വെറുതെ പൊട്ടത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനത്തിൽ പരിശുദ്ധാത്മാവും കൂടെ പരിവർത്തിക്കണം. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ, 1-ാം അധ്യായം പഠിക്കുമ്പോൾ, ആഴത്തിന്മേൽ ഇരുട്ടുണ്ടായിരുന്നു. ഈ ഇരുട്ട് എങ്ങനെ മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോഴാണ് ഇരുട്ട് സെപ്പറേറ്റഡ് ആയത്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ പാറ എന്ന അവസ്ഥ തകരണമെങ്കിൽ, നിങ്ങൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും, പാറ മണ്ണായി മാറുന്നതിന് ഒരു കാരണമുണ്ട്, വെള്ളമാണ്. ഹല്ലേലൂയ. പാറ മണ്ണായി മാറുന്നതിന്റെ കാരണം വെള്ളമാണ്. അങ്ങനെങ്കിൽ ഹൃദയം എന്ന പാറയിൽ ചുറ്റിക കൊണ്ട് അടിച്ചാൽ മാത്രം മാനസാന്തരങ്ങൾ നടക്കത്തില്ല.
പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാൽ മാത്രമേ പാറ പൊടിഞ്ഞ് മണ്ണാകത്തുള്ളൂ. മണ്ണ്, ഹല്ലേലൂയ സ്തോത്രം, നല്ല നിലത്തെ സൂചിപ്പിക്കുന്നു. ഹൃദയം നല്ല നിലമാണെങ്കിൽ വിത്താകുന്ന വചനം വീഴുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം 30, 60, 100 മേനി ഫലം കായ്ക്കും. അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്. എന്തുവാണ്? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ദാഹിക്കുന്നവർ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന് വിളിച്ചു പറയുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന്റെ നദി ഓപ്പൺ ആകുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു വന്നത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, കർത്താവിനെ അകമഴിഞ്ഞ് വിശ്വസിക്കുക. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ മാത്രമേ പ്രിയ ദൈവമക്കളെ ഹൃദയം എന്ന പാറ പൊട്ടത്തുള്ളൂ, വചനം പ്രവർത്തിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ചേരുമ്പോൾ മാത്രമേ ഹല്ലേലൂയ ഹൃദയത്തിന്റെ പാറ പൊടിഞ്ഞു മണ്ണായി ഹല്ലേലൂയ ഈ നല്ല നിലമാകുന്ന ഹൃദയമാകുന്ന മണ്ണിൽ നല്ല വിത്താകുന്ന വചനം വീഴുമ്പോൾ മാത്രമേ 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് പലർക്കും വചനം കേൾക്കുമ്പോൾ കുത്തുകൊള്ളുന്നില്ല. പലർക്കും വചനം കേൾക്കുമ്പോൾ മാനസാന്തരം ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല. കഴിഞ്ഞ ദിവസം ഫാസ്റ്റിംഗ് പ്രയർ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദൈവദാസൻ കടന്നു വന്നപ്പോൾ പറഞ്ഞു, ഇന്നും വചനം കേൾക്കുമ്പോൾ ആർക്കും വചനത്തിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവില്ല. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, 2023 വചനമൊക്കെ ഞങ്ങളുടെ ദൈവദാസന്മാര്, എൻ്റെ ആത്മീയ പിതാവ് പാസ്റ്റർ ഷാജിയം പോള, അദ്ദേഹം വചനം പറയുമ്പോൾ ഞാൻ ഉറങ്ങിയ അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ്. കാരണം എന്താ? ഹൃദയത്തിൽ പരിശുദ്ധാത്മാവില്ല. കേൾക്കുന്ന വചനങ്ങൾ ഏറ്റെടുക്കുന്നില്ല, കേൾക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കുന്നില്ല. കണ്ണും തുറന്ന് അലക്ഷ്യമായിട്ടിരുന്ന നാളുകളും ദിവസങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. പക്ഷെ കൃപയാൽ ഇന്നത് ദൈവത്തിന്റെ ആത്മാവ് അതെല്ലാം മാറ്റിയെടുത്തു. ഇന്നെല്ലാവരും വചനം വായിക്കുന്നുണ്ട്, പക്ഷെ വചനവുമായിട്ട് പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ എത്ര പേര് പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എനിക്ക് ഈ വചനത്തിൽ അധികം ജ്ഞാനമില്ലാത്തത് കൊണ്ട് തന്നെ, ഒന്നും വചനം അധികം അറിയാത്തത് കൊണ്ട് തന്നെ വചനവുമായിട്ട് കടന്നു വരുമ്പം ഞാനിങ്ങനെ എഴുതി, ഓരോ പോയിന്റും എഴുതിയിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, കർത്താവേ ഇത് ഇങ്ങനെ തന്നല്ലേ, ഇതിന്റെ അർത്ഥം എന്താണ്, ഇതിങ്ങനെ തന്നല്ലേ ദൈവമേ പറയണ്ടേ, ഇതിൽ നിന്ന് എന്ത് ദൂതാ കൊടുക്കണ്ടേ, ഇതിൽ നിന്ന് എന്ത് ആലോചനയാ ദൈവമേ പറയണ്ടേ. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ അടുത്തുനിന്ന് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മിയുടെ അടുത്ത് ചെല്ലും, അമ്മ ഇത് എല്ലാം ശരിയല്ലേ, ഇങ്ങനെയൊക്കെയാണ് ദൈവം എനിക്ക് വചനം തന്നത്, ഇങ്ങനെയൊക്കെയാണ് ആലോചന തന്നത്. അപ്പം ഞാൻ അമ്മയോട് പറയുമ്പം അമ്മ പറയും, ഓരോ ദിവസവും കർത്താവ് നിനക്ക് പൊരുൾ തിരിച്ചു തരുന്നുണ്ടല്ലോ, ദൈവവാ നിനക്ക് തന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ആ നിലയിൽ റെപ്രസെന്റ് ചെയ്യുക, ആ നിലയിൽ ദൈവവചനം മറ്റുള്ളവരോട് പറയുക. ഓക്കെ. അപ്പൊ നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുക. ഇന്നും പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കാതെ വെറുതെ ഈ വചനം വായിച്ചു വിടുന്നത് കൊണ്ടാണ് അനേക വ്യക്തികളും ഇന്ന് ഗ്രഹിക്കാത്തത് വചനം. അല്ലെ? വചനം ഗ്രഹിക്കുന്നില്ല. ഇന്നും എല്ലാവരും പാസ്റ്റർമാരും ദൈവദാസിമാരും വിശ്വാസികളും പറയുന്നത് കേട്ട് ഒതുങ്ങിയിരിക്കുക. ബെരോവയിലെ ജനത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് വചനം പറയുമ്പോൾ ഈ വചനം ഇവർ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഈ വചനം പ്രസംഗിച്ച് തീരുമ്പോൾ ഇവർ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയെന്നല്ല പറയുന്നത്, തിരുവെഴുത്തുകൾ അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി അവര് പരിശോധിച്ചു വന്നു എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ എത്ര പേരുണ്ട് ചർച്ചിൽ പോയി ഒരു ദൈവദാസന്മാർ വചനം പറയുകയാണെങ്കിൽ, പൊരുൾ തിരിച്ചു തരികയാണെങ്കിൽ വീട്ടിൽ വന്ന് നമ്മളൊന്ന് നോക്കാറുണ്ടോ? അത് ധ്യാനിക്കാറുണ്ടോ? ഓരോ അധ്യായം എടുത്തു വെച്ച് നമ്മൾ പഠിക്കാറുണ്ടോ എന്ന് ചിന്തിക്കുക. പലരോടും ഞാൻ വചനം പഠിക്കാൻ പറയുമ്പം വായിക്കാൻ പറയുമ്പം
യൗവനക്കാരോടൊക്കെ പറയുമ്പോൾ പലരും എന്നോട് പറയുന്നേ, ചേച്ചി സമയമില്ല സമയമില്ല സമയമില്ല. ഹല്ലേലൂയ. ഞാൻ അന്നേരം ചില കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ ഇന്ന് കുളിച്ചോ, നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തെ ദൈനംദിനം കാര്യങ്ങളെല്ലാം ചെയ്തോ? ഞാൻ എന്നെ പഠിപ്പിച്ചതാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും. ഹല്ലേലൂയ. പക്ഷെ ദിനംതോറും ഞാൻ ഇങ്ങനെ പറയും, ചിലർക്ക് അത് കേട്ട് ഇറിറ്റേറ്റഡ് ആകും. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയും, പറഞ്ഞുകൊണ്ടിരിക്കണം. പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ അവർക്ക് ഒരു ദിവസം തോന്നത്തുള്ളൂ വചനം വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ. നമ്മൾ ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു ഇട്ടേച്ചു പോവുക. കുഞ്ഞുങ്ങളോട് ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു ദിനംതോറും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പം എന്നെ വചനമൊക്കെ കേൾപ്പിക്കാനും ടെസ്റ്റ് മണി കേൾപ്പിക്കാനും ഒക്കെ കൊണ്ടുവരുമ്പം വേണ്ട മാറ്റാൻ പറയുമ്പം അമ്മ എന്നോട് പറയും, മുട്ടായി വാങ്ങിച്ചു തരാം, ഇത് കേൾക്ക, ഈ വചനം കേൾക്ക. അങ്ങനെ അമ്മ നയത്തിലാണ് വരുന്നത്, അല്ല ഒറ്റയടിക്ക് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ വായിക്കടി വചനം വായിക്കടി അങ്ങനല്ല പറയുന്നത്. നയത്തിൽ വന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തലമുറയോട് ഉപദേശിക്കുക, പറഞ്ഞു കൊടുക്കുക, ദിനംതോറും ചോദിക്കുക, കുഞ്ഞുങ്ങളെ നിങ്ങൾ വചനം വായിച്ചോ, നിങ്ങൾ വചനം ധ്യാനിച്ചോ, ഇന്ന് നമുക്ക് എന്താണോ ദൈവം പറഞ്ഞു തന്നത് തമ്മി നമ്മൾ കൈമാറുക. ഹല്ലേലൂയ. ചിലരിന്ന് പറയാറുണ്ട്, ദേവദാസി പ്രസംഗിക്കാൻ എനിക്ക് സ്റ്റേജ് ഒന്നും കിട്ടുന്നില്ല, സൂം പ്ലാറ്റ്ഫോം ഒന്നും കിട്ടുന്നില്ല. എന്തിനാ ഈ സ്റ്റേജും സൂം പ്ലാറ്റ്ഫോമും ഗൂഗിൾ മീറ്റും ഒക്കെ? വീട്ടില് പപ്പായും അമ്മയും തലമുറകളും ഉണ്ടെങ്കിൽ നമ്മൾ 4 പേരടങ്ങുന്ന ഒരു സംഘത്തിൽ വചനം പറയുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇവിടെ ഈ ചെറിയ കാര്യത്തിൽ വിശ്വസ്തത കാണിച്ചാൽ മാത്രമേ കർത്താവ് വലുത് നമ്മളെ ഏൽപ്പിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ രാജു മേത്ര പാസ്റ്റർ, അദ്ദേഹം എനിക്ക് വേറൊരു പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞ അറിവാ. അദ്ദേഹം ഈ വചനങ്ങളൊക്കെ ധ്യാനിച്ചെടുത്തിട്ട് കാട് വൃത്തിയാക്കി, ഹല്ലേലൂയ സ്തോത്രം, അവിടെ ചെന്നിരുന്ന് വചനങ്ങൾ പറയും. എൻവയോൺമെന്റിനോട്, നേച്ചറിനോട് ഇവിടെ ഇരുന്ന് വചനം പ്രസ്താവിക്കും. കേൾക്കാൻ ആരുമില്ല, പക്ഷെ ഓഡിയൻസ് ഉണ്ടെന്നുള്ള നിലയിൽ ചെന്ന് വചനം പ്രസ്താവിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും അതിന് കഴിയണം. ചിലപ്പോൾ ആരും കേൾക്കാനില്ലെങ്കിലും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മാതാപിതാക്കൾക്കൊക്കെ ചിലപ്പോൾ എപ്പോഴും ടൈം കിട്ടിയെന്ന് വരത്തില്ല, പക്ഷെ കിട്ടുന്ന വചനം എന്നും രാവിലെയും ഈവനിങ്ങും നമ്മൾ നമ്മുടെ ഹൃദയത്തിലിട്ട് ധ്യാനിക്കുക. പക്ഷെ ഇന്നത്തെ കാലയളവിൽ ഈ മെസ്സേജുകളൊന്നും ഇങ്ങനെയുള്ള നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഏറ്റെടുക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രിയ ദൈവമക്കളെ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, പ്രവചനത്തിന്റെയും ദൈവ ആലോചനയുടെ ഒക്കെ സമയം കഴിഞ്ഞു, ഇനിയും ജനം മാനസാന്തരത്തിലേക്ക് വരേണ്ട ഒരു സമയമാണ്. ഈ പ്രവചനത്തിലെല്ലാവരും ഇന്ന് മത്ത് പിടിച്ചിരിക്കുകയാണ് അല്ലേ? ഇതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയ ദൈവമക്കളെ. ദൈവം നമ്മളെയൊക്കെ ഉപയോഗിക്കാൻ കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ വചനം പരിവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. പരിശുദ്ധാത്മാവിന് അവസരം കൊടുക്കുന്നുണ്ടോ പ്രാർത്ഥനാ മുറിയിൽ? ഇന്ന് നമ്മൾ വായിക്കുന്ന ഓരോ ബുക്കിന്റെയും ഓതർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് വായിച്ച ഒരു പുസ്തകം വില്യം കേറിയുടെ ബുക്കാണ്. അത് എഴുതിയത് PP ഫിലിപ്പാണ്. പക്ഷെ ഈ ബൈബിൾ എഴുതിയത് പരിശുദ്ധാത്മാവാണ്. അനേക വ്യക്തിത്വങ്ങളെ കൊണ്ട് പരിശുദ്ധാത്മാവാണ് എഴുതിപ്പിച്ചത്. ഇന്നും ഈ ബൈബിളിന്റെ ഓതർ ജീവിച്ചിരിപ്പുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. ഷണ്ണനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഷണ്ണൻ പറയും, വചനത്തിന്റെ പൊരുള് തിരിച്ചു തരാൻ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, കയറി ഒന്ന് തേരിന്മേൽ ഇരിക്കാമോ, എനിക്കിതൊന്ന് വ്യാഖ്യാനിച്ചു തരാമോ, പൊരുള് തിരിച്ചു തരാമോ? ഹല്ലേലൂയ സ്തോത്രം. ഫിലിപ്പോസ് കയറി തന്നോട് കൂടെ ഇരുന്ന് തനിക്ക് പൊരുൾ തിരിച്ചു കൊടുത്തു. പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ എന്ത് നടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, സ്നാനക്കുളം കണ്ടു. ഒന്നും കൂടി പറഞ്ഞ വെള്ളം കണ്ടു. ഇനി സ്നാനപ്പെടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദൈവദാസനെ എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് അനേക കുഞ്ഞുങ്ങള് സ്നാനപ്പെടുന്നത് ആരുടെയൊക്കെയോ നിർബന്ധത്താലാണ്. പാസ്റ്റർമാരുടെ, മാതാപിതാക്കളുടെ. ഇങ്ങനൊന്നുമല്ല പോകേണ്ടത്.
പരിശുദ്ധാത്മാവ് എന്താണോ നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്നത് അപ്രകാരം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ഓരോരുത്തരും ഇന്ന് തീരുമാനമെടുക്കുക. വഴിയറിയാതെ പല മേഖലകളിൽ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും. ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും, നിങ്ങൾക്ക് പറഞ്ഞു തരും ഏത് വഴിയാണ് നിങ്ങൾ പോകേണ്ടത്. ഏത് വഴി പോയാൽ ഹല്ലേലൂയ സ്തോത്രം കറക്റ്റ് ഡെസ്റ്റിനിയിൽ നിങ്ങൾ ചെന്നെത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും. അപ്രകാരം ജീവിക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ജീവിതം അനുഗ്രഹത്തിലേക്ക് എത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ സിസ്റ്റർ പ്രാർത്ഥിച്ച ഒരു ഭൗതിക നന്മകൾക്കും വിടുതൽ ഏറ്റെടുത്തിട്ടില്ല ഇന്ന് ഈ നാഴിക വരെ. പക്ഷെ കർത്താവ് ആഗ്രഹിച്ച തലത്തിൽ ഓരോ ദിവസവും എത്തുവാൻ ദൈവം എന്നെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക, ദൈവത്തിന് ഇരുന്നു കൊടുക്കുക. മൂന്നാമതായിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞ് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഇപ്രകാരമാണ്: ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു. ഹല്ലേലൂയ. ഈ ഉളി മൂർച്ചയാകുന്നത് തീക്കനലിൽ കൂടി മാത്രം കടന്നു പോയാൽ പറ്റില്ല, ചുറ്റിക കൊണ്ട് അടിച്ചു രൂപമാക്കിയാൽ മാത്രം പറ്റില്ല. മൂന്നാമതായിട്ട് ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കണം. അതായത് ഒരു ഫിനിഷിങ്ങിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ എത്താനുണ്ട്. ഹല്ലേലൂയ. ശരിയല്ല ഞാൻ പറയുന്നത്? ഇന്നും നമ്മൾക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട്. ഇതെല്ലാം ദൈവം നമ്മൾക്കിടുന്ന ഒരു ടെസ്റ്റാണ്. ബൈബിൾ പഠിക്കുമ്പം അനേക വ്യക്തിത്വങ്ങൾക്ക് ദൈവം ടെസ്റ്റ് ഇടുന്നുണ്ട്. അബ്രഹാമിന് ഇടുന്നുണ്ട്. അബ്രഹാമിന് എങ്ങനെ ദൈവം ടെസ്റ്റ് ഇട്ടത്? താൻ സ്നേഹിച്ച തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം ആവശ്യപ്പെട്ടു ദൈവത്തിനു വേണ്ടി കൊടുക്കാൻ, യാഗമർപ്പിപ്പാൻ. അബ്രഹാം അതിൽ മടി കാണിച്ചില്ല. ഒന്നും കൂടി പറഞ്ഞാൽ, ദൈവത്തെ കാട്ടിലും തൻ്റെ മകനെ താൻ സ്നേഹിച്ചില്ല അല്ലേ? യോബിന് ദൈവം ടെസ്റ്റ് അനുവദിച്ചു. സത്യത്തിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ ശത്രു കൊടുത്തതെന്ന് നമ്മൾ പലപ്പോഴും പറയും. പക്ഷെ ദൈവം മനസ്സിൽ കുറിച്ചിട്ടൊരു കാര്യമുണ്ട്. യോബേ, ഇത്രയും നാളും ദൈവത്തെ പറ്റി നിനക്കൊരു കേൾവി മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇനിയും നീ എന്നെ നിന്റെ സ്വന്ത കണ്ണാൽ കാണണം. അതിനു വേണ്ടിയിട്ട് ശത്രു വെച്ച കെണിയാണെങ്കിലും ഇത് ഞാൻ നിനക്ക് നിന്റെ നന്മയ്ക്കായി മാറ്റി തീർക്കാൻ പോവുകയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ശത്രു നമ്മളെ ഇന്ന മേഖലകളിൽ കടത്തിവിട്ടു, ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, തകർന്നു പോകുവാൻ ദൈവം സമ്മതിച്ചോ? തരിപ്പിണമായി പോകുവാൻ കർത്താവ് സമ്മതിച്ചോ? ഇല്ലെന്നേ. ശീമോനോട് പറഞ്ഞു ദൈവം, ശീമോനെ ശീമോനെ, നിന്നെ കോതമ്പ് പോലെ പാറ്റിക്കളയാൻ എത്ര തവണ എന്നോട് ശത്രു ചോദിച്ചെന്നോ? നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ നിന്നെ വിട്ടുകൊടുക്കാഞ്ഞതാണ്, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചതാണ്. പ്രിയ ദൈവമക്കളെ, ഒന്ന് പറഞ്ഞോട്ടെ, പല മേഖലകളിലും ശത്രു നമ്മളെ തകർത്തു കളയാൻ നോക്കിയപ്പോൾ കർത്താവിന്റെ കരമാണ് നമ്മളെ താങ്ങി നടത്തിയത്. അങ്ങനെങ്കിൽ യോബ് കേൾവിയിൽ നിന്ന് ഒരു നേരിട്ടൊരു എൻകൗണ്ടർ കർത്താവിൽ നിന്ന് കാണുകയാണ്. കർത്താവിനോട് അടുത്ത് ജീവിക്കുകയാണ്. ജീവിക്കുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ കൊടുത്തു. ഹല്ലേലൂയ. ഓർക്കുക, ഭൗതികമായിട്ടുള്ളത് ചിലത് നഷ്ടപ്പെട്ടാലും സാരമില്ല, പിന്നത്തേതിൽ ദൈവം അത് മഹത്വത്തിനാക്കി തീർക്കും. ഹല്ലേലൂയ. ഇന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടതയിൽ കൂടിയും വേദനയിൽ കൂടിയും കടന്നു പോകുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം, ഒരു ദിവസം എന്നെ ദൈവം പുറത്തിറക്കും, പണി പൂർത്തീകരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം കൊണ്ടുള്ള പണിയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. മനുഷ്യന്റെ കരം കൊണ്ട് പണി ചെയ്തു കഴിഞ്ഞാൽ അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തത്തില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. യോസഫ് എന്ന് പറഞ്ഞ വ്യക്തി. യോസഫ് വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയൊരു വ്യക്തിയാണ് യോസഫ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി കാണിക്കണം കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഓക്കെ, അപ്പൊ ഈ യോസഫ് എന്ന് പറഞ്ഞ വ്യക്തി ഒത്തിരി പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയൊരു വ്യക്തിയാണ്. തൻ്റെ അച്ചാച്ചന്മാർ തന്നെ കൊണ്ട് പൊട്ടക്കിണറിലിട്ടു.
അവിടുന്ന് താൻ എവിടേക്ക് വരികയാണ്? പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. പൊത്തിഫറിന്റെ ഭവനത്തിൽ ചെയ്യാത്ത തെറ്റിന് താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇവിടുന്ന് ഞാനൊരു ദൂത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നാളുകളിൽ എന്നെ നിങ്ങളെ പുറത്തിറക്കണമെങ്കിൽ, പണി തീർത്ത് പുറത്തിറക്കണമെങ്കിൽ, ദൈവം കടത്തിവിടുന്ന എല്ലാ സാഹചര്യത്തിലും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കരത്തിൽ വേണം. ഹല്ലേലൂയ. നമുക്കൊക്കെ അറിയാം, വലിയ ജോലിക്കൊക്കെ കയറണമെങ്കിൽ ഇന്ന ലാബിൽ നിന്ന്, ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന്, ഇന്ന ഓഫീസുകളിൽ എത്ര വർഷം നിങ്ങൾ എക്സ്പീരിയൻസ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും, അല്ലേ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ, ഏതൊക്കെ ലാബുകളിൽ, ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ എന്നുള്ളത് ചെക്ക് ചെയ്യും. അവിടെ ആ ലാബ് ഡയറക്ടറിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡയറക്ടറിന്റെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഒപ്പ് താഴെ കാണും, സർട്ടിഫിക്കറ്റിന്റെ താഴെ. ഇവിടെ യോസഫ് കടന്നുപോയ ആദ്യത്തെ പ്രതിസന്ധിയാണ് പൊട്ടക്കിണർ. ആ പൊട്ടക്കിണറ്റിൽ അവൻ സഹോദരങ്ങളോട് വഴക്കിടാൻ പോയില്ല, കയർക്കാൻ പോയില്ല, അടിക്കാൻ പോയില്ല, ദേഷ്യപ്പെടാൻ പോയില്ല. ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് സഹോദരങ്ങൾ തന്നെ എടുത്ത് ഇശ്മായിലിയർക്ക് വിറ്റു കളഞ്ഞപ്പോഴും, ഹല്ലേലൂയ സ്തോത്രം, സഹോദരന്മാര്, തന്റെ അച്ചാച്ചന്മാർ ഒരുപക്ഷെ തന്നെ നോക്കി കളിയാക്കി കാണാം, സ്വപ്പനക്കാരൻ ഇവിടം കൊണ്ട് തീർന്നെന്ന് പറഞ്ഞു കാണാം. എന്നാൽ ദൈവം പറയുകയാണ്, മോനെ, ഈ പൊട്ടക്കിണറിൽ നീ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിനക്കുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യന്റെ ഒരു സർട്ടിഫിക്കറ്റോ മനുഷ്യന്റെ ഒരു പുറമെ ഉള്ള വാക്കുകളോ അല്ല നമുക്ക് വേണ്ടത്. ദൈവം കടത്തിവിടുന്ന മേഖലകളിൽ ദൈവത്തിന്റെ ഒപ്പാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് എവിടെ കൊണ്ടുപോയി? പൊത്തിഫറിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി. അവിടെയും തന്നെ ചെയ്യാത്ത കുറ്റത്തിന് തന്റെ ലുങ്കിയും എടുത്ത് നിൽക്കുകയാണ്. ആര്? തന്റെ വസ്ത്രം എടുത്ത് നിൽക്കുകയാണ്. ആര്? പൊത്തിഫറിന്റെ വൈഫ്. ഇവിടെ ഒരു പക്ഷേ താൻ തന്നെ തന്നെ തെളിയിക്കാൻ പോയില്ല. അപ്പോഴും തൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഭവനത്തിൽ വെച്ച് കർത്താവ് കൊടുത്ത 2 സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നത്തെ യോസഫ് ഹൃദയത്തിലിട്ട് താലോലിക്കാൻ തുടങ്ങി. ഇതിന്റെ എന്തെങ്കിലും പൂർത്തീകരണത്തിലേക്ക് കർത്താവ് എത്തിക്കും. വചനത്തിൽ പറയുന്നത് പോലെ ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് എത്താൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യോസഫേ, നിന്റെ ഹല്ലേലൂയ പ്രതിസന്ധികൾ നടക്കുമ്പോഴും ഞാൻ നിനക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. പ്രാപിച്ചെടുക്കാൻ നീ ശ്രമിക്കുക. നിന്റെ ഹൃദയത്തിൽ ഈ ദർശനത്തെ നീ ഏറ്റെടുക്കുക. കർത്താവ് എന്താണോ നിന്നോട് പറഞ്ഞത് അതിൽ നിന്ന് അണുവിട മാറാതെ നീ നിന്റെ ദർശനത്തിലേക്ക് നോക്കുക. ഒരുപക്ഷെ ശത്രു നിന്നെ നോക്കി വിധി എഴുതുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ശത്രു നിന്നെ നോക്കി കളിയാക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഒന്നു മാറി നിനക്ക് പ്രതിസന്ധിയാണല്ലോ യോസഫേന്ന് പലരും നോക്കി ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഭവനത്തിൽ നിന്ന് ഒഴിച്ചു വിട്ടെന്ന് അച്ചാച്ചന്മാർ കൂട്ടം കൂടി നിന്ന് തന്നെ കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിനൊരു ഉറപ്പുണ്ട്. ദർശനക്കാരൻ ഒരു ദിവസം പുറത്തു വരും. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് അദ്ദേഹം കടന്നുപോയ മേഖലകളാണ് കാരാഗ്രഹം. ഈ കാരാഗ്രഹത്തിലും യോസഫ് വിശ്വസ്തനായിരുന്നു. അവിടെയും തൻ്റെ ദർശനം താൻ ഹൃദയത്തിലേറി. ഹല്ലേലൂയ. ഒരു ദേവദാസൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യോസഫ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവരെല്ലാം റിലീസായി പോവുകയാണ്. പക്ഷെ ഇന്നും തൻ്റെ 2 സ്വപ്നങ്ങൾ പൂർത്തീകരണത്തിലേക്ക് വരാതെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാലത്ത് താൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ പോലും തനിക്കറിയത്തില്ല. സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തത് തൻ്റെ സഹോദരങ്ങളാണ്, അല്ലേ? യോസഫ് സ്വപ്നം മാത്രമേ പറഞ്ഞുള്ളൂ, അത് വ്യാഖ്യാനിച്ചത് തൻ്റെ സഹോദരങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ ഫറവോൻ 2 സ്വപ്നങ്ങൾ കാണുകയാണ്. ഇത് എന്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോസഫേ, കാലങ്ങൾക്കു മുമ്പേ
നിനക്ക് ഞാനൊരു സ്വപ്നം തന്നു. നിന്റെ സ്വപ്നത്തിലേക്ക് നീ ചവിട്ടിക്കേറണമെങ്കിൽ ചില ഉന്നതന്മാരുടെ ഉറക്കത്തെ എനിക്ക് കിടത്തണം. ഹല്ലേലൂയ. ചില ഉന്നതന്മാരുടെ ഉറക്കത്തെ കെടുത്തി ചില സ്വപ്നങ്ങൾ ഞാൻ കൊടുക്കുമ്പോൾ ആ ദേശത്താർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിയാതെ എല്ലാവരുടെയും കണ്ണുകൾ, എല്ലാ മന്ത്രവാദികളുടെ കണ്ണുകൾ ബ്ലൈൻഡ് ആക്കിക്കൊണ്ട് ദൈവാത്മാവ് നിറഞ്ഞ യോസെഫിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഒരു ദേശത്തിലെ രാജാവ് ഫറവോന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് കൃത്യസമയത്ത് തന്നെ എഴുന്നേൽപ്പിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ പണി ദൈവം പൂർത്തീകരിച്ച് തന്നെ ദൈവം പുറത്തെടുത്തു. നിസാരക്കാരന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാനല്ല, ഹല്ലേലൂയ, ഒരു രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ. ഇന്ന് ദേശത്തിന്റെയും പട്ടണത്തിന്റെയും രാജ്യത്തിന്റെയും നിലവാരം എന്താണെന്ന് അറിയണമെങ്കിൽ ഹല്ലേലൂയ, രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളോട് ദർശനത്തിൽ കൂടി, സ്വപ്നത്തിൽ കൂടി, വെളിപ്പാടുകളിൽ കൂടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മറ്റാർക്കും കാലങ്ങളെയും കാലഗതികളെയും വിവേചിച്ചറിയാൻ കഴിയാതെ നെട്ടോട്ടം ഓടുമ്പോൾ ദൈവ ആത്മാവ് നിറഞ്ഞ ചില വ്യക്തികളെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂതോർമ്മിപ്പിക്കുകയാണ്. അവരെഴുന്നേൽക്കേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ ദർശനം ദൈവത്തിന്റെ ദർശനമാണ്. ആ ദർശനത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് ദൈവത്തിന്റെ ആവശ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, സമയം തെറ്റത്തില്ല. അതിനായിട്ട് കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, കാത്തിരിക്കാൻ ഒരു മനസ്സൊരുക്കത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഈ നാളുകളിൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ചിലത് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇവിടെ യോസെഫിനെ ദൈവം രംഗത്തിറക്കുകയാണ്. നിങ്ങൾക്കൊരു കേൾവിയുണ്ടോ? ജയിലിൽ നിന്ന് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ട്രംപിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നടക്കുമോ? അതും യോസഫ് ചെയ്തിരിക്കുന്നത് വലിയൊരു കുറ്റമാണ്, വലിയൊരു തെറ്റാണ്. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ചാൻസ് ഇല്ല. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ 1% പോലും ചാൻസ് ഇല്ല. മാനുഷികമായിട്ട് എത്താൻ ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് എത്തിക്കാൻ നമ്മളെ കൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം, നമ്മുടെ ദൂതിലേക്ക് നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിന്റെ 36 വാക്യം. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കയില്ല. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഇതാണ് നമ്മുടെ ദൂത്. ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പുറത്തേക്ക് ഇറക്കി അവൻ ഫറവോന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയാണ്. പണി നമ്മളെ പൂർത്തീകരിച്ചിരിക്കുന്നോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ നിങ്ങളുടെയും പണി ദൈവം പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണി പൂർത്തീകരിച്ച് പുറത്തെടുക്കുമ്പോൾ അനേകരുടെ സ്വപ്നങ്ങളോ അനേകരുടെ ദർശനങ്ങളോ വ്യാഖ്യാനിക്കാൻ ദൈവം ഒരവസരം തരുമ്പോൾ, വചനം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ ദൈവം പുറത്തിറക്കുമ്പോൾ ക്ഷണത്തിൽ മാനസാന്തരങ്ങൾ നടക്കും. നിന്റെ വാക്ക് ചിലർക്കങ്ങ് ബോധിക്കും. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ എഴുതി വെച്ചേക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട്. അപ്പൊ ഫറവോൻ തിരിച്ചറിയുകയാണ്, ദൈവം തന്നെയാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ള ഒരുത്തനുമില്ല. ഇനി ഒരു വ്യക്തിയെയും കണ്ടു കിട്ടാൻ പോലും പോകുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. പണി പൂർത്തീകരിച്ചെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷണത്തിൽ ചിലയിടങ്ങളിൽ മാനസാന്തരങ്ങൾ നടക്കും. ക്ഷണത്തിൽ ചിലയിടങ്ങളിൽ നിന്റെ വാക്ക് ചിലർ ഏറ്റെടുക്കും. ഹല്ലേലൂയ. അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ, മാനസാന്തരമുള്ള ഒരു ഹൃദയത്തോടെ ദൈവ
ദൈവത്തിലേക്ക് തിരിയും, നിന്റെ വാക്ക് കേൾക്കും. ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കും. ഇനി വചനത്തിലേക്ക് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിലര് നമ്മോട് ചോദിക്കണമെങ്കിൽ, നിങ്ങളോട് ചോദിക്കണമെങ്കിൽ ഈ നാളുകളിൽ ഈ 3 പ്രോസസ്സിൽ കൂടി കടന്നുപോയേ മതിയാകത്തുള്ളൂ. തീക്കനലിൽ ഹല്ലേലൂയ, പ്രശ്നങ്ങളുടെ തീക്കനലിൽ കൂടി കടന്നുപോയേ മതിയാകത്തുള്ളൂ. വചനമെന്ന ചുറ്റിക കൊണ്ട് പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുമ്പോൾ ഇരുന്നു കൊടുത്തേ മതിയാകത്തുള്ളൂ. ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കണമെങ്കിൽ, മൂർച്ചയുള്ള ആയുധമായി പുറത്തു വരണമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് കീഴ്പ്പെടാൻ എനിക്കും നിങ്ങൾക്കും ഒരു മനസ്സുണ്ടായിരിക്കണം. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഹല്ലേലൂയ ഹല്ലേലൂയ യോസഫ് തന്റെ കഴിഞ്ഞ നാളുകളിലെ പകയും പിണക്കവും കയ്പും എല്ലാം മാറ്റിവെക്കുകയാണ്. തന്റെ പിതൃഭവനത്തെ മറക്കുകയാണ്. തന്റെ കഷ്ടകാലം താൻ മറക്കുകയാണ്. ഒഴുകിപ്പോയ വെള്ളം പോലെ തന്റെ കഴിഞ്ഞ നാളുകളെ താൻ മറന്നതുകൊണ്ട് പണി പൂർത്തീകരിച്ച് ദൈവം പുറത്തെടുത്തു. എങ്ങനെ സിസ്റ്ററെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. തന്റെ സഹോദരങ്ങൾ കടന്നു വന്നപ്പോൾ 17-ാം വയസ്സിൽ തന്നോട് ചെയ്ത കണക്കിനെ അവൻ തിരിച്ചു ചോദിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. പകരം അവർക്ക് വേണ്ടുന്നത് കൊടുത്തയച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലായിടവും ക്ഷാമം വന്നു. ദേശം ക്ഷാമം കൊണ്ട് നിറഞ്ഞു. എല്ലാവരും യോസഫിന്റെ അടുക്കലേക്ക് ഓടി വന്നു. ഇനി എവിടെ രക്ഷ പ്രാപിക്കണമെന്ന് ചിലര് ഓടിയെത്തണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വചനം എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി പൗലോസും ശീലാസും അർദ്ധരാത്രി പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ നിങ്ങൾക്കറിയാമോ, കാരാഗ്രഹ പ്രമാണി വെളിച്ചത്ത് നിന്നവൻ ഇരുട്ടിലേക്ക് കയറി വന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവദാസന്മാരുടെ അകക്കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നു. പുറമേ നോക്കുമ്പോൾ ഇരുട്ടാണെങ്കിലും ഹല്ലേലൂയ അവരുടെ ഹൃദയം ദൈവത്തിന്റെ വചനമെന്ന വിളക്കിൽ സന്തോഷിച്ച് ആനന്ദിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. കാരാഗ്രഹ പ്രമാണി വലിയ പൊസിഷനാണ്, ഹല്ലേലൂയ, വലിയ പദവികളുണ്ട്. പക്ഷേ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചോടി പൗലോസിന്റെയും ശീലാസിന്റെയും അടുക്കലേക്ക് ഓടി വരികയാണ്. രക്ഷ പ്രാപിക്കാൻ നീ ഒറ്റ കാര്യം മാത്രം ചെയ്താ മതി, കർത്താവായ യേശുവിൽ വിശ്വസിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയ ദൈവമക്കളെ, ഇന്ന് അനേകർ നമ്മുടെ അടുക്കലേക്ക് ഓടി വരണമെങ്കിൽ ദേശത്തൊരുപാട് പ്രശ്നങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഓരോ വ്യത്യസ്ത തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി പ്രവചനം കേൾക്കാനല്ല ആൾക്കാർ ഓടി വരുന്നത്. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, കഴിഞ്ഞ നാളുകളിലെ പ്രവചനം ഇനി എന്ന് നടക്കും, എപ്പം നടക്കുമെന്ന് ഓടിക്കൂടി അല്ല ആൾക്കാർ ചോദിക്കുന്നത്. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ വിടുതല് ഹല്ലേലൂയ നിത്യതയിലേക്ക് എത്താൻ, കർത്താവായ യേശുവിനെ അറിയാൻ, പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ, ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിലര് നമ്മളോട് ആലോചന ചോദിക്കണമെങ്കിൽ ദൈവാത്മാവിനെ ഹൃദയത്തിൽ വഹിക്കുന്നവരായി തീരണം. വിവേകമുള്ള വ്യക്തിത്വങ്ങളായി തീരണം. ആത്മാവിൽ നിറയുന്ന വ്യക്തിത്വങ്ങളായി തീരണം. സ്തെഫാനോസിനെ പറ്റി പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 6 or 7 നിറവ് അദ്ദേഹം പ്രാപിച്ചു. വിശ്വാസമുള്ള മനുഷ്യനായിരുന്നു, സാക്ഷ്യമുള്ള മനുഷ്യനായിരുന്നു, ജ്ഞാനത്താൽ നിറഞ്ഞ മനുഷ്യനായിരുന്നു, ഹല്ലേലൂയ സ്തോത്രം, ശക്തിയാൽ നിറഞ്ഞ മനുഷ്യനായിരുന്നു, കൃപയിൽ നിറഞ്ഞ മനുഷ്യനായിരുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പല മേഖലകളിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പ്രതിസന്ധികളെ ജയിക്കാൻ കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളായിക്കോട്ടെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളായിക്കോട്ടെ, എല്ലാത്തിനെയും ജയിക്കണമെങ്കിൽ കൃപമേൽ കൃപ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ഓരോ ദിവസവും അധികം ബലം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. അധികം ആത്മാവിനെ ഏറ്റെടുത്ത് ജീവിച്ചേ മതിയാകത്തുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധാത്മാവ് എന്നോടും അതാണ് പറയുന്നത്. അധികം പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നവളായി തീരുക. ഹല്ലേലൂയ സ്തോത്രം. ഒരു എലീശായെ പോലെ ഈ ഏപ്രിൽ മാസം നമ്മൾ എന്താണ് പ്രാപിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം ഒരു വിടുതലല്ല, ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിക്കുക. ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിക്കുമ്പോൾ രാജാക്കന്മാരായിക്കോട്ടെ, നേതാക്കന്മാരായിക്കോട്ടെ, ഉന്നതന്മാരായിക്കോട്ടെ, ചിലർ മുട്ടുമടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ആത്മാവിൽ നിറയുക. ഓരോ ദിവസം ഞാൻ പറഞ്ഞു വരുന്നത് അന്യഭാഷയിൽ ലിമിറ്റ് ചെയ്യാനല്ല പ്രിയ ദൈവമക്കളെ. പരിശുദ്ധാത്മാവെന്ന വ്യക്തിക്ക് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക. നിങ്ങളുടെ ഓരോ വിഷയത്തിന്റെ മേലും ഇടപെടുവാൻ
നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുക. കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏത് വഴിയാണ് പോകേണ്ടത്? ഏത് വചനമാണ് ധ്യാനിക്കേണ്ടത്? കർത്താവെ, എങ്ങനെ അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിച്ച് നിത്യതയിലെത്താൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും നിത്യതയിലെത്തുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലുമല്ല പ്രിയ ദൈവമക്കളെ. സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞോ? അന്യഭാഷ നേടിയെന്ന് കഴിഞ്ഞോ? ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് നല്ല ടെസ്റ്റ് മണിയുണ്ട്, എനിക്ക് നല്ല സാക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ, നിത്യതയിൽ എത്തണമെങ്കിൽ ഒറ്റ കീവേഡ് ഇത്ര മാത്രമേ ഉള്ളൂ: ആത്മാവിൽ ജീവിക്കുക, ആത്മാവിനെ അനുസരിക്കുക. ജീവിക്കുന്നവന് മാത്രമേ അനുസരിക്കാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ദൂത് പറയുകയാണ്. അതിന് കീഴ്പ്പെട്ടു കൊടുക്കുക, നിങ്ങൾ അതിന് സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും നാളും എവിടെയൊക്കെയോ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എവിടെയൊക്കെയോ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ നമ്മൾ മാറി നടന്നിട്ടുണ്ട്. അത് നമ്മുടെ തെറ്റായിട്ട് ദൈവം കാണുന്നില്ല. സ്നേഹത്തോടെ നമ്മെ കർത്താവ് വിളിക്കുകയാണ്. സ്നേഹത്തോടെ കർത്താവ് നമ്മളെ ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തോടെ രാത്രിയുടെ യാമങ്ങളിൽ നമ്മളോട് സംഭാഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കരുത്. വചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം ഞാൻ എന്നോടും കൂടെ പ്രിയ ദൈവമക്കളെ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ഓരോ ദിവസവും ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി നേടുന്ന വ്യക്തികളാക്കി തീർക്കുക. അനേകരെ, ഹല്ലേലൂയ, സ്തോത്രം, ക്രിസ്തുവിന് പരിചയപ്പെടുത്തി കൊടുക്കുക. വിശ്വാസത്തിൽ നിലനിർത്താൻ ശ്രമിക്കുക. ഹല്ലേലൂയ, നമ്മളൊക്കെ പ്രസംഗിക്കുന്നവരാ, നമ്മളൊക്കെ വചനം പറയുന്നതാ. എന്നാൽ എൻ്റെ വചനം കൊണ്ട്, നിങ്ങളുടെ വചനം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെയും എനിക്ക് എന്നെയും നമുക്ക് അനേകരെ നേടുവാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും പ്രിയ ദൈവമക്കളെ, ഞാൻ എന്നോട് തന്നെ പറയുന്നത് പോലെ ജീവിതം ജീവിക്കുക. വെറുതെ ആശ എന്നൊരു വ്യക്തി ഇപ്പൊ ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. ഇതിപ്പം നമ്മുടെ മീറ്റിംഗ് കുറച്ച് കഴിഞ്ഞ് എൻ്റെ ആവും. ഇത് കഴിഞ്ഞ് ജീവിതം എനിക്കുണ്ടോ എന്ന് നോക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഒരു യോസെഫിനെ പോലെ ദൈവം പണി പൂർത്തീകരിച്ച് പുറത്തെടുക്കുമ്പോൾ അനേകർക്ക് ഉപയോഗമുള്ള ഒരു ഉളിയായി, മൂർച്ചയുള്ള ഒരു ഉളിയായി ദൈവം നമ്മെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഈ വചനമെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് കടത്തിവിടുന്ന ഓരോ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒക്കെ തളരാതെ പിടിച്ചു നിൽക്കുക. ദൈവത്തിനു വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. പൗലോസ് നിജപുത്രനായ തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ നിന്റെ ശുശ്രൂഷ നീ നിറവടിയായിട്ട് ചെയ്തെടുക്കുക. അനേകരെ നേടുന്ന വ്യക്തിയായി തീർക്കുക. നിന്റെ വിശ്വാസം ഒരിക്കലും വ്യാജമായിരിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്വർഗസ്ഥനുമായ നല്ല ദൈവമേ, നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. കർത്താവേ, ഇന്നത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പരിവർത്തിക്കണം അപ്പ. നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തതിനായി സ്തോത്രം ദൈവമേ. വിളിക്കപ്പെട്ടവർ അനേകരാണല്ലോ അപ്പ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം ചിലർ മാത്രമാ. തിരഞ്ഞെടുക്കപ്പെട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തിരഞ്ഞെടുത്ത് ഞങ്ങളെ തേജസ്കരിക്കണം അപ്പ, നീതീകരിക്കണം അപ്പ. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവെ. ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. രക്തത്താൽ മുദ്ര ചെയ്യണം, പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യണം. ഞങ്ങളെ സഹായിക്കണം. ഓരോ ദിവസവും വിശുദ്ധ ജീവിതം ജീവിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള ഹൃദയപ്രകാരം ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ കൃപ നൽകണം. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവേ, വിളക്കിൽ എണ്ണ കഴുതുവാൻ കൃപ തരണമപ്പ. വചനമാകുന്ന വിളക്ക് മാത്രമല്ല ദൈവമേ ഞങ്ങൾക്ക് വേണ്ടത്. വചനമെന്ന വിളക്കിനെ ശോഭിപ്പാൻ എണ്ണയാകുന്ന പരിശുദ്ധാത്മാവിനെ പാത്രമാകുന്ന ഹൃദയത്തിൽ കരുതുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നാട്ടെ ദൈവമേ. ഈ ജനത്തെ എല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങ് എനിക്ക് തന്ന വചനങ്ങളൊന്നും ഫലമില്ലാതായി പോകല്ലപ്പ. ഈ ജനങ്ങളെ അനുഗ്രഹിക്കണമപ്പ. ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ ദൈവമേ. ദൈവിക സന്നിധിയിൽ കുറവില്ലാതെ ഞങ്ങളെ നിർത്തണം കർത്താവെ. മാനസാന്തരത്താൽ ഞങ്ങളെ നിറയ്ക്കണമപ്പ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി എന്നെ ഈ മീറ്റിംഗിലേക്ക് സ്നേഹത്തോടെ ക്ഷണിച്ച പ്രിയശിനി സിസ്റ്ററിനോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലീഡ് ചെയ്ത ദൈവദാസി അനുഗ്രഹിക്കട്ടെ. പ്രിയ ബിൻസി സിസ്റ്ററിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ നമ്മുടെ ഏറ്റവും വലിയ വാഗ്ദത്തം നമ്മുടെ ദൈവത്തിൻ്റെ നിത്യതയാണ്. കർത്താവ് വേഗം വരാറായി. ആ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഗോഡ് ബ്ലസ് യു ഓൾ.